വണക്കം, വന്ദന, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി ഓപ്ഷൻ ട്രേഡറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 15-ാം തീയതി 5-ാം മാസം 2024 7:37 ആയിട്ടുണ്ട് രാവിലെ. നിങ്ങൾ കണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ടാണ്. ഇതിനകത്ത് നല്ലൊരു ഇൻഫർമേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് 7-ാം തീയതി മെയ് കണ്ടോ, ഈ 7-ാം തീയതി ഈ മെയ് മാസം 7-ാം തീയതിയുള്ള വാല്യൂ ഏരിയയിൽ നിന്ന് ഈ വാല്യൂ ഏരിയ താഴെയാണ് ഓവർലാപ്പായി വന്നേക്കുന്നത്. 1, 2, 3, 4 ഈ 4 ദിവസവും വാല്യൂ ഏരിയ ഓവർലാപ്പിംഗ് ആൻഡ് ഡൗൺ സൈഡ് താഴെയാണ് വന്നേക്കുന്നത്. ഇന്നലത്തെ പ്രൊഫൈൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോൾ പ്ലസ് വാല്യൂ ഏരിയ ഓവർലാപ്പിംഗ് അല്ല, ചെറിയ വാല്യൂ ഏരിയയും മുകളിലോട്ടാണ് ഈ വാല്യൂ ഏരിയ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, കഴിഞ്ഞ 7-ാം തീയതി മുതൽ മെയ് 7, മെയ് 8, മെയ് 9, മെയ് 10, മെയ് 13 ഈ 5 ദിവസം 2, 4, 5 ദിവസം ഓവർലാപ്പിംഗ് വാല്യൂ ഏരിയ ആൻഡ് താഴെയാണ് ബാങ്ക് നിഫ്റ്റി ഫീച്ചർ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇന്നലെ എന്ത് പറ്റി? ഒരു ചെറിയ വാല്യൂ ഏരിയ ക്രിയേറ്റ് ചെയ്യുകയും മുകളിലാണ് വാല്യൂ ഏരിയ ക്രിയേറ്റ് ആയത്. പ്ലസ് ഓവർലാപ്പിംഗ് അല്ല, പ്ലസ് പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോളാണ്. സോ ഇത് നമുക്ക് നല്ലൊരു സൈനാണ് ബാങ്ക് നിഫ്റ്റി ഫീച്ചറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്നത്. അത് ഒരു ഓപ്ഷൻ ബയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ വീഡിയോ ഇടാൻ പറ്റിയില്ല. പക്ഷേ ടെലഗ്രാം ചാനലിൽ രാവിലെ ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിരുന്നു. രാവിലെ തന്നെ ഒരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. അതായത് ഈ പീരീഡിൻ്റെ ഹൈ ആദ്യത്തെ 9:15 മുതൽ 9:45 വരെ, അതായത് ആദ്യത്തെ അരമണിക്കൂർ ആ പീരീഡിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്ന് നമ്മളൊരു 9:45 ആകുമ്പം ടെലഗ്രാം ചാനലിൽ ഇതൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയിലോ ഒക്കെ നിങ്ങൾ നോക്കേണ്ടത്. സെക്കൻഡ്, ഇതാണ് ഒരു ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടിയതും വളരെ എമോഷൻ കൺട്രോൾ ചെയ്ത് വേണ്ടിയത്. ഇന്നലെ ഇഷ്ടംപോലെ ആൾക്കാർ ലോസ് എങ്ങനെയാണ് നമ്മൾ എല്ലാവരും പറയും 90% ലോസാണ്, ഒരു ദിവസം കൊണ്ട് പൈസ പോകും, ഇതൊക്കെ എല്ലാവരും പറയും. ഒരു ദിവസം കൊണ്ട് ഫുൾ എമൗണ്ട് പോകും നമ്മുടെ, ഇതൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യണം? അത് എപ്പോഴൊക്കെയാണ് പോകുന്നത്? എപ്പോഴൊക്കെയാണ് സൈഡ് വേസ്, ഇത്രയും ചെറിയ സൈഡ് വേസിൽ നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ, സെൻസസ് ആയിക്കോട്ടെ, എപ്പോഴാണ് ഇതിങ്ങനെ പോകുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നമ്മൾ പഠിച്ചിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കണം. ഇന്നലെ നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇട്ടിരുന്നു, പീരീഡിൻ്റെ ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ലൈവ് ഒബ്സർവേഷൻ അവിടെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ അപ്രിസിയേഷനൊക്കെ വളരെ കുറവാണ്. ഇത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴേ ആർക്കും വലിയ താല്പര്യമില്ല. എല്ലാവരുടെ ഒരു 50,000 രൂപ വാങ്ങിച്ചിട്ട് ഞാൻ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയാൽ ഇഷ്ടംപോലെ ആൾക്കാർ ജോയിൻ ചെയ്യും. പക്ഷേ ആരും പഠിക്കാനും അവിടെ തയ്യാറാവില്ല. വന്ന ഉടനെ ചോദിക്കും, ഇവിടെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എടുക്കാൻ പറ്റുമോ, ഇവിടെ ബൈ ചെയ്യാമോ, ഇവിടെ സെല്ല് ചെയ്യാമോ, എന്താണ് SL ഇടേണ്ടത്, ഇതൊക്കെയാണ് ഈ ആൾക്കാർ നോക്കുന്നത്. ആർക്കും പഠിക്കാനോ അല്ലെങ്കിൽ പഠിച്ചിട്ടൊരു ഒബ്സർവേഷൻ ചെയ്ത് ഒരു നല്ലൊരു എൻട്രി സ്വന്തമായിട്ട് ധൈര്യമായിട്ട് എടുത്ത് ഒരു സക്സസ് റേഷ്യോ ആക്കാനോ ആരും തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ 90% ആൾക്കാരും ബാങ്കിന് ഓപ്ഷൻ ബൈയിങ്ങിൽ ഫെയിലിയർ ആകുന്നത്. ഇത് നമ്മൾ പറഞ്ഞതിന് ശേഷം ആൾമോസ്റ്റ് നമുക്ക് പീരീഡ്, അതായത് 12:45 അതും ആ ഒബ്സർവേഷൻ കാര്യം ഈ ചെറിയ ബോക്സിൽ കാണുന്നത് ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി TPO എന്ന് പറയും. ഇത് ഒരു 12:15 ആകുമ്പോൾ ഇട്ടിരുന്നു. 12:30 ഞാൻ വാച്ച് ചെയ്യുകയാണ്. എന്നിട്ട് സ്ട്രൈക്കും കൊടുത്തിരുന്നു. ഒരു സ്ട്രൈക്ക് കൊടുത്തിരുന്നു. ആ സ്ട്രൈക്ക് 180 കയറുകയും 230 50 പോയിൻ്റ് ഈ ചെറിയ ബാലൻസ് ആയിട്ടുള്ള ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ ഒരു ഓപ്ഷൻ ബൈയിങ്ങിന് 50 പോയിൻ്റാണ് ഇന്നലെ നമ്മൾ എക്സാക്റ്റ് ടൈമിംഗ് പറഞ്ഞ് ടെലഗ്രാം ചാനലിൽ കൊടുത്തിരുന്നത്. അതൊക്കെ ആരൊക്കെ നോക്കിയിട്ടുണ്ടോ, ആരൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടോ, അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് 47,800 മുകളിൽ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ നിന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ടാർഗറ്റ് 48,300 ഒരു നല്ലൊരു അപ്പ് മൂവ് കാണാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതേസമയം 47,800 താഴെ നിന്നാൽ ഇന്ന് ഷോർട്ടിങ്ങിന് വലുതായിട്ട് നോക്കുന്നില്ല, വലുതായിട്ട് ഷോർട്ട് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല.
ഇത് ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ ഇങ്ങനെയാണ് ഞാൻ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. താഴെ വന്നിട്ട് മൈറ്റ് ബി ഒരു റിവേഴ്സൽ ട്രേഡ് ഒരു സിയിലോട്ട് പോകാനായിട്ടുള്ള എക്സ്പയറിയും കൂടെയാണ്, വീക്കിലി എക്സ്പയറിയും കൂടെയാണ്. അപ്പം താഴെ വന്നു കഴിഞ്ഞാൽ തന്നെ 47,800 അവിടെയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയൊക്കെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു റിവേഴ്സൽ മുകളിലോട്ടുള്ള, അതായത് ഒരു സി സൈഡിലോട്ടുള്ള ഒരു പൊസിഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ നമ്മൾ ടെലഗ്രാമിൽ ഇടുന്നതായിരിക്കും. ഇത് 2-3 ടാർഗറ്റ് ഉണ്ട്. അതായത് 47,800 താഴെയാണെങ്കിൽ 47,530, 47,410 എന്നുള്ളൊരു ടാർഗറ്റും, 47,800 മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ നിൽക്കുന്നുണ്ടെങ്കിൽ 48,200, 48,305 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ഉണ്ട്. ഇതൊക്കെ ഫ്ലാറ്റ് ഓപ്പൺ ആയാലാണ്. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഡേക്ക് ഹൈക്ക് മുകളിൽ ഓപ്പൺ ആയാൽ അതെങ്ങനെയാണെന്നുള്ളത് നോക്കണം. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെന്നുണ്ടെങ്കിലും അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഒബ്സർവേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല റേഞ്ച് ഉണ്ട്, ഇന്ന് കുറച്ച് നല്ല പോയിൻറ്റ്സുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈവ് മാർക്കറ്റിൽ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ ടെലഗ്രാമിൽ മീറ്റ് ചെയ്യാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.